സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ തർക്കത്തിൽ കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി. ഫയലുകൾ ഇനി രജിസ്ട്രാർക്ക് അയക്കേണ്ടെന്നാണ് താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ ഉത്തരവ്. അതേസമയം രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം അസാധുവാക്കുന്നത് ഗവർണറുടെ പരിഗണനയിലാണിപ്പോൾ. ഗവർണർ രജിസ്ട്രാറെ പുറത്തേക്ക് നയിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതാണ് താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് തടഞ്ഞത്. ഡോക്ടർ മിനി കാപ്പൻ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. VCക്ക് അയക്കേണ്ട ഫയലുകൾ നേരിട്ട് അയക്കാനാണ് ജോയിന്റ് രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം. അതേസമയം രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം അസാധുവാക്കാനാണ് ഗവർണറുടെ നീക്കം. പകരം ചുമതലയുണ്ടായിരുന്ന ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെയും വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തേക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. രാജ്യത്തിന്റെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാകയ്ക്ക് പകരം കാവി പതാകയെ സംസ്ഥാപനം ചെയ്തെടുക്കാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ ഈ സംഘർഷങ്ങൾക്കൊക്കെ പ്രത്യേകമായ കാരണമായിട്ട് വന്നു ഭവിച്ചിട്ടുള്ളത്. വ്യക്തിവൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും സർവകലാശാലകളെ വേദിയാക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ നടക്കുന്ന ഈ വിവാദത്തിന്റെ സംവാദത്തിന്റെ ഇരകളായി മാറുന്നത് വിദ്യാർത്ഥികളാണ്. വ്യക്തിവൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും ഒക്കെ സർവകലാശാലകളെ ദയവ് ചെയ്ത് ഇതാക്കരുത്. താൽക്കാലിക VC നിയമനം നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ ചാൻസലറുടെ അപ്പീലിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. 24 തിരുവനന്തപുരം.